സുജിത്തെ ഒന്ന് പോയി നോക്കണോ? യെസ് സർ. എന്നാടാ ഇനി നിങ്ങളൊക്കെ ഇവിടെ പോലീസ് സ്റ്റേഷന് വരെ വന്ന് കളിക്കാൻ തുടങ്ങിയോ? ഇല്ല സാറേ, വേറെ സഹായിക്കാൻ ആരുമില്ല സാറേ. ഞങ്ങളെ ഒന്ന് സഹായിക്കണം സാറേ, ഞങ്ങളുടെ മോളെ കാണാനില്ല സാറേ, ഒന്ന് സഹായിക്കണം. ഓ ഈ പൊട്ടൻ ചേർക്കാൻ ഇവനറിയായിരിക്കും കൊച്ചെവിടെയെന്നാ. പറയടാ കൊച്ചെവിടെയെന്ന്. അയ്യോ സാറേ, എന്റെ മോനൊന്നും ചെയ്യല്ലേ സാറേ. അവന് പെങ്ങളെന്ന് വെച്ചാൽ ജീവനാ. അവൻ അവളെ ഒന്നും ചെയ്യത്തില്ല സാറേ. ഞങ്ങളുടെ മോള് കുഞ്ഞിതാ. അവളെ ഞങ്ങളോട് പറയാതെ എങ്ങോട്ടും പോയില്ല സാറേ. ഞങ്ങളുടെ മോളെ കണ്ടുപിടിച്ചത് തരണം സാറേ. പാലകൾ പൂത്തു തുടങ്ങി. പക്ഷേ രാത്രി കാലങ്ങളിൽ യക്ഷിക്ക് പോലും പുറത്തിറങ്ങി നടക്കുവാൻ ഭയമാണ്. കാരണം യക്ഷിയും ഒരു സ്ത്രീയല്ലേ. സമർപ്പണം അളവില്ലാതെ പിച്ചി ചീണ്ടപ്പെടുന്ന സ്ത്രീ ജന്മങ്ങൾക്ക് ഒരു മെഴുകുതിരി കത്തിത്തീരം വരെ മാത്രം സഹതാപവേഷം കെട്ടിയാടിയ എനിക്കിതൊന്നും സംഭവിക്കില്ലല്ലോ, എനിക്കിത് ബാധകമല്ലല്ലോ എന്ന് ആലോചിച്ചിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും. മോളെ, പൊന്നൂസേ, വാവേ, ഇവിടെ വാടി കാന്താരി. അച്ഛാ അച്ഛാ, ഇന്ന് നിങ്ങൾ പോയി വരുമ്പോ മോൾക്ക് മിഠായി വാങ്ങിച്ചോണ്ട് വരുമോ? എനിക്കും അച്ഛൻ്റെ മക്കൾക്ക് അച്ഛൻ മിഠായിയും ഐസ്ക്രീമും എല്ലാം വാങ്ങിച്ചോണ്ട് വരാം. അച്ഛൻ ആലുവ ടൗൺ വരെ ഒന്ന് പോയിച്ചു വരാം കേട്ടോ. പെട്ടെന്ന് വരാവേ. അച്ഛനും മക്കളും ഇവിടെ നിൽക്കുവാ. ബാ ചേട്ടാ, നമുക്ക് പോകണ്ടേ? മോളൂസേ, അമ്മ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കഴിക്കണം, ചേട്ടൻ്റെ അടുത്ത് കൊടുക്കണം. അപ്പൊ കളിച്ചൊന്നും നടക്കല്ലോ കേട്ടോ, പഠിക്കണം. പിന്നെ ആരെങ്കിലും വന്നാ വാതിൽ തുറന്നു കൊടുക്കല്ലോ കേട്ടോ. ഓക്കെ അമ്മ, ബൈ. ചേട്ടാ പോവാം. ചേട്ടാ ചേട്ടാ. അയ്യോ അങ്കിൾ, പപ്പ പുറത്തു പോയല്ലോ. എന്നാ പറ്റി അങ്കിൾ? അത് ഓൾറെഡി അറിയായിരുന്നു. ആ മോളെ, ഈ വാതിലൊന്ന് തുറന്നേ. അങ്കിൾ മോൾക്ക് എന്നാ കൊണ്ടുപോകുന്നേന്ന് അറിയണ്ടേ? അങ്കിളുടെ സുന്ദരിക്കുട്ടിക്ക് അങ്കിൾ എന്നാ കൊണ്ടുവന്നേന്ന് നോക്കിക്കേ. ചോക്ലേറ്റ്. മോൾക്ക് ചോക്ലേറ്റ് ഒത്തിരി ഇഷ്ടാ. താങ്ക് യു അങ്കിൾ. അങ്കിൾ അങ്കിൾ എന്തിനാ മോളെ ഇങ്ങനെ തൊടുന്നേ? അങ്കിൾ മോൾക്കിത് ഇഷ്ടാവുന്നില്ല. അങ്കിൾ മോൾക്കിത് ഇഷ്ടാവുന്നില്ല. എന്തിനാ മോൾ അങ്കിളെ പേടിക്കുന്നേ? വാ ഇങ്ങോട്ട് വാ, അങ്കിളുടെ അടുത്തേക്ക് വാ. ഇങ്ങോട്ട് വാടി. അങ്കിൾ മോളെ ഒന്നും ചെയ്യണ്ട അങ്കിൾ, മോൾക്ക് പേടിയാവുന്നു. എനിക്ക് അമ്മയെ കാണണം. അമ്മേ. ചത്തു. അയ്യോ, പോലീസ് കേസാവും. ഇത് വലിയ പുലിവാലായല്ലോ. കുപ്പത്തൊട്ടി കൊണ്ടുപോയിടാം. മനുഷ്യകുലത്തിന് സങ്കല്പിക്കാനാവാത്ത ഒരു അതിദാരുണമായ സംഭവമാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ജനങ്ങളോട് ചോദിക്കാം. പറയൂ, അല്ല ഇവർ ഈ അന്യനാട്ടിൽ നിന്ന് വന്നവരല്ലേ? കൊച്ചിനെ ശ്രദ്ധിക്കണമായിരുന്നു. അങ്ങനെ അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ? അല്ലെങ്കിൽ ഇതൊക്കെ ആര് നോക്കാൻ? സമ്മതിക്കില്ല, നോം നടത്തില്ല. അന്യനാട്ടിൽ നിന്ന് വന്നവർക്ക് വേണ്ടി നോം കർമ്മം ചെയ്തു കൊടുക്കേന്നോ? നടക്കില്ല, നോം സമ്മതിക്കില്ല. അല്ല, ഞങ്ങളുടെ ഫോഴ്സിന് കുട്ടിയെ രക്ഷിക്കാനായില്ലെങ്കിലും ഞങ്ങൾ ആ ക്രിമിനലിനെ പിടിച്ചുവല്ലോ. അത് തന്നെ ഒരു വലിയ കാര്യമല്ലേ? ഇത് ഭരണപക്ഷത്തിന്റെ കുഴപ്പമാണ്. ഞങ്ങൾ ഇതിനെതിരെ പ്രതിഷേധം
ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഈ പ്രാവശ്യം ഞങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യുക. താങ്ക് യു. ചേട്ടാ, നമ്മുടെ മോളെ കിട്ടിയോ? എന്താ നമ്മുടെ മോളെ കിട്ടിയോ? എവിടെ? ഒന്നോ ചേട്ടാ, മോളെ കിട്ടി. നമ്മുടെ മോളെ കിട്ടി ചേട്ടാ. നമ്മുടെ മോൾ ഉറങ്ങുക ചേട്ടാ. അവള് സ്കൂൾ യൂണിഫോം ഇട്ടിട്ടുണ്ട്. അവൾക്ക് തണുത്ത് കാണും, അതുകൊണ്ട് അവൾ പൊതച്ചു മൂടി കിടക്കണേ. നമ്മുടെ മോൾ ഉറങ്ങിക്കോട്ടെ ചേട്ടാ, നമ്മുടെ മോൾ ഉറങ്ങിക്കോട്ടെ. എന്റെ മോളെ. ഇനി നിങ്ങൾ പറയൂ, അന്ധരാര്? കഥയിലെ പിതാവോ അതോ നമ്മളോ? ബുദ്ധിവൈകല്യം സംഭവിച്ചത് ആർക്ക്? കഥയിലെ ചേട്ടനോ അതോ നമ്മൾക്കോ? നന്ദി, നമസ്കാരം.